നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സാംസ്കാരിക നഗരിയിൽ കലോത്സവ പൂരത്തിന് കൊടിയേറി. വരുന്ന 5 ദിനങ്ങൾ കൗമാര കലാപൂരത്തിന് സാക്ഷ്യം വഹിക്കും. കലാകാരന്മാരുടെ മതം കലയാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭജന മണ്ഡപം ഭക്തർക്കായി സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ ചിരകാല സ്വപ്നമാണ് ഭജന മണ്ഡപ സമർപ്പണത്തിലൂടെ യാഥാർത്ഥ്യമായത്. വാർത്തകൾ വിശദമായി. സാംസ്കാരിക നഗരിയിൽ കലോത്സവ പൂരത്തിന് കൊടിയേറി. വരുന്ന 5 ദിനങ്ങൾ കൗമാര കലാപൂരത്തിന് സാക്ഷ്യം വഹിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആവേശ തുടക്കം കുറിച്ചാണ് പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് മുമ്പിൽ കലോത്സവ കൊടി ഉയർന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തൽ നിർവഹിച്ചു. മന്ത്രി കെ രാജൻ, പി ബാലചന്ദ്രൻ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെമ്പൂക്കാവ് ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് സെറ്റ് അരങ്ങേറി. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകവും 64 കലകളുമെല്ലാം സൂചിപ്പിക്കുന്നതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കൊടിമരം. കാലടി സംസ്കൃത സർവകലാശാലയിലെ ശില്പകലാ അധ്യാപകനും ഇരിങ്ങാലക്കുട സ്വദേശിയുമായ NR യദുകൃഷ്ണനാണ് കൊടിമരമൊരുക്കിയത്. 6 എന്ന അക്കത്തെ സൂചിപ്പിച്ച വീണയും 4 എന്ന അക്കത്തിന്റെ പ്രതീകമായ പെയിന്റിംഗ് ബ്രഷും ആനക്കൊമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 64 കലകളെ സൂചിപ്പിച്ച് 64 ചിലങ്കമണികൾ കൊടിമരത്തിൽ അലങ്കരിച്ചു. കലയും സംസ്കാരവും ഒരുമിച്ച് ചേരുന്ന കൊടിമരം കലോത്സവ ആത്മാവിന്റെ ദൃശ്യവുമാണ്. 25 ദിവസമെടുത്താണ് 22 അടിയോളമുള്ള കൊടിമരം നിർമ്മിച്ചത്. ADMT മുരളി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ എന്നിവർ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. കലാകാരന്മാരുടെ മതം കലയാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്. ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല, വർഗീയതയ്ക്കും വിഭജനത്തിനുമെതിരെ ശക്തമായ പോരാട്ടവീര്യം നൽകുകയുമാണ് കല ചെയ്യുന്നത്. രാജ്യത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ പോലും ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ കലകളെയും കലാകാരന്മാരെയും മതത്തിന്റെ കണ്ണിലൂടെ കാണുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണം. ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ധർമ്മം. വർഗീയതയ്ക്കും വിഭജനത്തിനുമെതിരെയുള്ള പോരാട്ട വീര്യവും കല നൽകുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർക്കുന്നതിൽ സ്കൂൾ കലോത്സവങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. മത്സരങ്ങൾ നടക്കുന്നത് കുട്ടികൾ തമ്മിലാണെന്നും രക്ഷിതാക്കൾ തമ്മിലല്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. 1956 എറണാകുളത്ത് 200 കുട്ടികളുമായി തുടങ്ങിയ യുവജനോത്സവം ഇന്ന് 14,000-ലധികം പ്രതിഭകൾ പങ്കെടുക്കുന്ന മഹാമേളയായി വളർന്നതിൽ അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായി കലോത്സവം വളർന്നത് പൊതുവിദ്യാഭ്യാസത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. SSLC ഫലം പ്രഖ്യാപനം പോലെ കലാകായിക മത്സരങ്ങളിൽ ഓരോ വിദ്യാലയങ്ങളുടെയും മികവ് പ്രഖ്യാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കും. അക്കാദമിക ഇതര വിഷയങ്ങളിൽ മുൻപന്തിയിലെത്തുന്ന ആദ്യ 3 സ്കൂളുകൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പ് സമ്മാനിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വിവരസാങ്കേതിക വിദ്യയിൽ ആഘോഷം കണ്ടെത്തുന്ന ഒരു തലമുറയെ സഹജീവികളോട് ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്ന തലമുറയാക്കി വളർത്തുകയാണ് കലോത്സവത്തിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ മുഖ്യാതിഥികളായി. വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MP-മാരായ കെ രാധാകൃഷ്ണൻ, ബെന്നി ബഹനാൻ, കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, MLA-മാർ പത്മശ്രീ കലാമണ്ഡലം ഗോപി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ IM വിജയൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, നടി റിയ ഷിബു എന്നിവർ സംസാരിച്ചു.
തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭജന മണ്ഡപം ഭക്തർക്കായി സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ ചിരകാല സ്വപ്നമാണ് ഭജന മണ്ഡപ സമർപ്പണത്തിലൂടെ യാഥാർത്ഥ്യമായത്. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ ആമുഖ പ്രഭാഷണം നടത്തി. തൃശൂർ ചിന്മയ മിഷനിലെ ആചാര്യസ്വാമിനി സംഹിതാനന്ദജി ഭദ്രദീപം തെളിയിച്ച് അനുഗ്രഹ സന്ദേശം നൽകി. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതൊരു അതിശയോക്തിയായിട്ട് പറയല്ല, തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയും നല്ല രീതിയിൽ എല്ലാവർക്കും ഒരുമിക്കാനും സംഗമങ്ങൾ നല്ല രീതിയിൽ നടത്താനുമായിട്ട് പൊതുവായിട്ട് അതും ഭഗവാന്റെ ദൃഷ്ടി പറയുന്ന അതേ സ്ഥലത്ത് വളരെ ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന ഒരു സ്ഥലം, ഒരു ഹാള്, ഒരു നമുക്ക് വേണ്ടിയിരിക്കുന്ന ഒരു ഇടം നിർമ്മിക്കുക, അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ സമാരംഭം കുറിക്കുക എന്ന ഈ മഹത് കർമ്മത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രവർത്തനം ഉണ്ടാകുന്നുള്ളത് പറയേണ്ടതില്ലല്ലോ അല്ലേ. തനുമന് ധന് ശരീരം കൊണ്ട് ഒരുപാട് പേരുടെ സേവനം ഇവിടെ തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാകും. ധനശേഖരണം അതിൻ്റെ പ്രധാന ഭാഗമാണ്. ഒരുപാട് പേരുടെ സങ്കല്പം കൂടെ അതിന് പുറകെയുണ്ടാകും. സങ്കല്പമില്ലാതൊന്നും നടക്കില്ല. അപ്പോൾ എത്രയോ നല്ല ആൾക്കാരുടെ ശുഭസങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ശുഭകർമ്മം ഇവിടെ നമുക്ക് നടത്താൻ സാധിച്ചത്. അതിന് ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധിച്ചതിൽ പ്രത്യേകം എല്ലാവരെയും ആശംസിക്കുന്നു. തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജീവ് കണാറ അധ്യക്ഷത വഹിച്ചു. ഒരു വേദി ഉണ്ടാകണം എന്ന് നാം ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാളായി. അത് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഈ സമയത്താണ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളൊക്കെ തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. ഓരോ തലമുറയിലേക്കും നമ്മൾ പകർന്നു കൊടുക്കുന്ന ആ മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഏറെ പങ്ക് വഹിക്കുന്ന ഓരോ സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ അവണിശ്ശേരി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ കേവലം 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ എൻ്റെ അറിവിൽ ഒരു 11ഓളം ക്ഷേത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആ 11ഓളം ക്ഷേത്രങ്ങളിൽ നിന്നും സജീവമായിട്ട് തന്നെ അതിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി തന്നെ നിലനിൽക്കുന്നു. ചില ക്ഷേത്രങ്ങൾ കുറച്ചുകൂടി ഔന്നത്യത്തിലേക്ക് നിന്ന് പ്രവർത്തിക്കുന്നു. ചിലത് അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ, ആ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റം നഷ്ടപ്പെടാതെ അത് മുന്നോട്ട് പോകും. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ്, വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ, ചെർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM ഭരതൻ എന്നിവർ മുഖ്യാതിഥികളായി. ശിവക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ER ജയചന്ദ്രൻ, അവണിശ്ശേരി പഞ്ചായത്ത് 10ാം വാർഡ് അംഗം സനൂപ് കറുകയിൽ, ശിവക്ഷേത്ര സംരക്ഷണ സമിതി ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കറുകയിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുമാരി ആശാ സുരേഷ് ഇരിങ്ങാലക്കുട അവതരിപ്പിച്ച സോപാന സംഗീതാർച്ചന, ശ്രീ കേരള കലാക്ഷേത്രം ഒല്ലൂർ നയിച്ച നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറി. ബുധനാഴ്ച രാവിലെ 5:30 മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് രാവിലെ 7 മണിക്ക് പ്രസാദവും 10 മണിക്ക് പ്രസാദ ഊട്ടും വിതരണം ചെയ്തു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. കലോത്സവത്തെ താളമേളങ്ങളോടെ വരവേറ്റ് പൂരനഗരി. മേളപ്പെരുക്കത്തോടെയാണ് കലോത്സവത്തിന് തുടക്കമായത്. ഒരു നിരയിൽ പാറമേക്കാവിന്റെ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ നയിച്ച സംഘം, മറുഭാഗത്ത് തിരുവമ്പാടിയുടെ മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരും സംഘവും. പാണ്ടിമേളം കൊട്ടിക്കയറുന്നതിനൊപ്പം കൈകളുയർത്തി കുട്ടികളുടെ ആസ്വാദക്കൂട്ടം. മേളപ്പെരുക്കത്തെ വർണ്ണാഭമാക്കി വർണ്ണക്കുടകൾ അണിനിരന്നു. മേളം മുറുകിയതോടെ ആലവട്ടവും വെഞ്ചാമരവും വാനിലുയർന്നു.
തൃശൂർ പൂരത്തിന്റെ സ്ഥിരം സാന്നിധ്യമായ മേളാസ്വാദകൻ ടൈറ്റസ് പതിവ് പോലെ ചടുലമായ ശൈലിയിൽ താളമിട്ടു. പൂരങ്ങളുടെ നാട്ടിൽ പാണ്ടിമേളവും കുടമാറ്റവും ഒരുക്കിയാണ് പൂരനഗരി സംസ്ഥാന കലോത്സവത്തെ എതിരേറ്റത്. മേളങ്ങളുടെ പ്രമാണിമാർ നയിച്ച പാണ്ടിമേളത്തിൽ 2 വിഭാഗങ്ങളിലുമായി 101 വാദ്യ കലാകാരന്മാർ താളവിസ്മയം തീർക്കാൻ അണിനിരന്നു. കുഴലിൽ വെളപ്പായ നന്ദനും, വീക്കം ചണ്ടയിൽ പിരുവനം ഗോപാലകൃഷ്ണനും, ഇലത്താളത്തിൽ ഏഷ്യാട് ശശിമാരാരും, കൊമ്പുവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും മേളം നയിച്ചു. 64ാമത് കലോത്സവമായതിനാൽ 64 വർണ്ണക്കുടകളാണ് കുടമാറ്റത്തിൽ അണിനിരന്നത്. ഓട്ടോ ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ച് തൃശൂർ റൂറൽ പോലീസ്. സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ സുരക്ഷയ്ക്കായി സേഫ് ഓട്ടോ എന്ന പേരിലാണ് പരിശീലനം നൽകിയത്. ഇരിങ്ങാലക്കുടയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്തായിരുന്നു പരിശീലനം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഓട്ടോ ഡ്രൈവർമാരിൽ ജെൻഡർ ബോധം വളർത്തുകയുമായിരുന്നു പരിശീലനത്തിന്റെ ലക്ഷ്യം. തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനിതാ ഓട്ടോ ഡ്രൈവർ ഉഷയെ അദ്ദേഹം ആദരിച്ചു. റൂറൽ ASP TS സിനോജ്, ഇരിങ്ങാലക്കുട ASI EU സൗമ്യ എന്നിവർ സംസാരിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ അഡ്വക്കേറ്റ് A അശ്വിൻ ക്ലാസ് എടുത്തു. ജില്ലയിൽ നിന്നുള്ള 80 ഓട്ടോ ഡ്രൈവർമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. വലപ്പാട് പഞ്ചായത്തിൽ BJP നേടിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് LDF. കോൺഗ്രസുമായുള്ള BJPയുടെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ചെയർമാൻ സ്ഥാനത്തിന് പിന്നിലെന്നും LDF. വലപ്പാട് പഞ്ചായത്തിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്ന DCC സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നത് വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് BJP നേടിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ LDF വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നതായി ഭാരവാഹികൾ ആരോപിച്ചു. ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 21 വോട്ടിന് LDF പിന്നിലായത് LDFന്റെ വോട്ട് കുറഞ്ഞിട്ടല്ല, മറിച്ച് 2364 വോട്ട് കോൺഗ്രസിനായി BJP നൽകിയതാണ് കാരണം. ക്ഷേമകാര്യം, വികസനകാര്യം എന്നീ കമ്മിറ്റികളിൽ മത്സരിച്ച മുഴുവൻ BJP അംഗങ്ങളും വിജയിക്കാൻ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDFുമായി കുതിര കച്ചവടത്തിലൂടെ നേടിയ അർഹതയില്ലാത്ത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. LDF വലപ്പാട് പഞ്ചായത്ത് സബ് കമ്മിറ്റി കൺവീനർ VR ബാബു, പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ AG സുഭാഷ്, CPIM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TS മധുസൂദനൻ, PA രാമദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിളിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ അനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അരങ്ങേറിയ UDF BJP കൂട്ടുകെട്ട് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലും അരങ്ങേറി. ഈ ബാന്ധവം ഇതിനു മുമ്പും നമ്മുടെ മേഖലയിൽ പല ഗ്രാമപഞ്ചായത്തുകളിലും നടന്നിട്ടുള്ളതാണ്. അത് വീണ്ടും തുടരുന്നു എന്നുള്ളത് ഈ നാടിന് ഭൂഷണമല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് പ്രധാനമായി ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. വർഗീയത നമ്മുടെ നാടിന് ഒരു ശാപം പോലെ ഗ്രസിക്കുമ്പോൾ ആ വർഗീയ ശക്തികളോട് കൂട്ടുകൂടി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ അംഗീകാരം നൽകാത്ത അല്ലെങ്കിൽ മാൻഡേറ്റ് നൽകാത്ത ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏകപക്ഷീയമായി BJPക്ക് ദാനം ചെയ്യുന്ന നാണം കെട്ട നടപടിയാണ് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ
പല വാർഡുകളിലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള BJP UDF ബന്ധം ഉണ്ടായിട്ടുണ്ട്. BJP വിജയിച്ച 1, 2, 16, 17 എന്നീ വാർഡുകളിൽ കോൺഗ്രസ് BJP സഹായിച്ചിട്ടുണ്ട്. അത് അതിന് വോട്ടിംഗ് നില നോക്കിയാൽ കൃത്യമായി കാണാൻ വേണ്ടി കഴിയും. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ശാസ്താവിനുള്ള വസോർധാര വ്യാഴാഴ്ച നടക്കും. ഹൈന്ദവ വിശ്വാസപ്രകാരം സൂര്യൻ ദക്ഷിണായനം വിട്ട് ഉത്തരായനത്തിൽ പ്രവേശിക്കുന്ന വിശേഷ ദിവസമാണ് മകരം 1 വ്യാഴാഴ്ച. പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൽ കലിയുഗവർദ്ധനായ ശ്രീ ധർമ്മശാസ്താവിനെ രാവിലെയാണ് വസോർധാര സമർപ്പിക്കുക. നെയ്യഭിഷേകം, നവകാഭിഷേകം, നവാഭിഷേകം എന്നീ വിശേഷാൽ വഴിപാടുകളും ഇതോടൊപ്പം സമർപ്പിക്കും. തന്ത്രിവര്യൻ പ്രത്യേക മന്ത്രങ്ങൾ ജപിച്ച് ധാരാപാത്രത്തിലൂടെ ഇടവിടാതെ നെയ്യെ ശാസ്താവിന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് വസോർധാര. ഭക്തജനങ്ങൾക്ക് നെയ്യ് കൂടാതെ പനിനീർ, പാൽ, തേൻ, കരിക്ക്, ഭസ്മം എന്നിവയും അഭിഷേകത്തിനായി സമർപ്പിക്കാവുന്നതാണ്. ശാസ്താവിന് മുമ്പിൽ കർപ്പൂരം സമർപ്പിച്ച് ജ്വലിപ്പിക്കുന്നതും അതീവ ശ്രേഷ്ഠമാണ്. വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, ത്രികാല പൂജ, വൈകിട്ട് നിറമാല എന്നീ വിശേഷാൽ ചടങ്ങുകളും ഉണ്ടായിരിക്കുന്നതാണ്. സർവാഭിഷ്ടസിദ്ധിക്കും ഐശ്വര്യലബ്ധിക്കുമുള്ള ചടങ്ങുകളിൽ ഭക്തജനങ്ങൾ പങ്കെടുത്ത് ഐക്കുന്നമ്മയുടെയും ധർമ്മശാസ്താവിൻ്റെയും അനുഗ്രഹം നേടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 22 77 702 9746 40 61 90 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,200 രൂപ, പവന് 1,05,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സാംസ്കാരിക നഗരിയിൽ കലോത്സവ പൂരത്തിന് കൊടിയേറി. വരുന്ന 5 ദിനങ്ങൾ കൗമാര കലാപൂരത്തിന് സാക്ഷ്യം വഹിക്കും. കലാകാരന്മാരുടെ മതം കലയാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭജന മണ്ഡപം ഭക്തർക്കായി സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ ചിരകാല സ്വപ്നമാണ് ഭജന മണ്ഡപ സമർപ്പണത്തിലൂടെ യാഥാർത്ഥ്യമായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.